ഹലോ ഫ്രണ്ട്സ്, ഇന്നാണേലേ ചാമ്പയ്ക്ക ഒന്ന് ഉപ്പിലിടാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അതിനിന്നാണ്ട് ഞാൻ ചാമ്പയ്ക്ക വെച്ചിനിറങ്ങി. വീട്ടിൽ തന്നെയുള്ള ചാമ്പയാണ്. കാണുമ്പോൾ ദേണ്ട ഒരുപാട് കൊലച്ച് കിടപ്പുണ്ട്. പക്ഷെ സത്യാവസ്ഥ എന്തെന്ന് വെച്ചാൽ അതിൽ 3/4 ഭാഗവും നമുക്കാണെങ്കിൽ കഴിക്കാൻ പറ്റില്ല. ഈ ഒരുതരം പച്ചക്കിളി ഉണ്ട് കേട്ടോ. അതാണെങ്കിൽ വന്ന് കൊത്തി തിന്ന് പകുതി അതിനകത്ത് വെച്ചിട്ടുണ്ട്. പകുതി തിന്ന് പകുതി വെക്കും. അതാണ് അതിൻ്റെ ഒരു ഹോബി. അങ്ങനെ വേണ്ട കിളികൾ കൊത്താത്ത ചാമ്പയ്ക്ക ഏതാണ്ട് ഇത്രത്തോളം ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കുവാണേ. ഇതേ കൂട്ടത്ത് കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കളഞ്ഞ് കുരുവെല്ലാം കളഞ്ഞിതേ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുരുവെല്ലാം കളയുമ്പോൾ തന്നെ നമുക്കത് പൊളന്നെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മുടെ ചാമ്പയ്ക്കെല്ലാം വൃത്തിയാക്കി അതിന് വേണ്ടിയിട്ടുള്ള ഉപ്പുവെള്ളമെല്ലാം തിളപ്പിച്ച് 2 പാട്ടയിലോട്ട് നമ്മുടെ ചാമ്പയ്ക്കൊക്കെ ഒന്ന് നിറച്ച് വയ്ക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കാന്താരി ഉണ്ട് കേട്ടോ. അങ്ങനെ 2 ചെറിയ പാട്ടയിൽ നമ്മൾ നിറച്ചിട്ടുണ്ട്. ഉള്ളായിരുന്നു സംഭവം. അങ്ങനെ 2 പാട്ടയ്ക്കകത്തും ചാമ്പയ്ക്ക ഫുള്ളാക്കിയിട്ട് നമ്മളിത് ഉപ്പുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് ചൂട് ആറിയതിന് ശേഷം ഒഴിച്ചാണ്. ഏതാണ്ട് ഇത്രത്തോളം ഉണ്ട് കേട്ടോ. 2 ചെറിയ പാട്ടയാണ്, മറ്റേ തൈര് കുപ്പിയുടെ 2 പാട്ടയായിരുന്നു. അപ്പോൾ അതിലോട്ട് നമ്മൾ ഇട്ട് വെച്ചാണ്. അങ്ങനെ നമ്മുടെ ചാമ്പയ്ക്ക ഉപ്പിലിട്ടത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ.